ഇനി ഓണവിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ബ്യൂറോകളിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്ത് വിഷ്ണു കരുണാകരൻ ഉണ്ട്. വിഷ്ണു, സൗഹൃദത്തിന്റെയും ഒരുമയുടെയും ഒക്കെ പൊന്നോണം എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് തലസ്ഥാന നഗരി ഓണത്തെ വരവേറ്റിരിക്കുന്നത്? ഭദ്ര, തലസ്ഥാനത്ത് ഇപ്പോൾ ഓണാഘോഷം വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അതായത് എല്ലാ കാലത്തും പോലെ തന്നെയാണ് ഇത്തവണയും ഓണത്തിന് വലിയ ഒരുക്കങ്ങളായി നാട്ടുകാർ തയ്യാറായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ പ്രധാനമായും ക്ഷേത്ര പരിസരങ്ങളിലൊക്കെയാണ് രാവിലെ തിരക്കുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരക്കുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ഉള്ള പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അടക്കമുള്ളിടത്തൊക്കെ എല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സാധാരണ മാർക്കറ്റുകളിലൊന്നും വലിയ തിരക്കില്ല. കഴിഞ്ഞ ദിവസം എല്ലാം കണ്ടതാണ്. അതിന്റെയൊക്കെ ഭാഗമായി ഇനി എല്ലാവരും ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നും തൊഴുതതിന് ശേഷം വീടുകളിലേക്ക് മടങ്ങിയതിനു ശേഷം ഇനി ഓണസദ്യ ഒരുക്കലാണ്. അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ടാകും കൂടുതൽ പേരും ഇനി പുറത്തേക്ക് ഇറങ്ങുക. യാത്രകളുമായി കുടുംബസമേതമൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പതിവ് ഇത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷത്തെയും ഒരു പതിവാണ് ഇത്തരത്തിൽ ഓണം ആഘോഷിക്കുന്ന രീതി. പിന്നെ അത്തപ്പൂക്കളം എല്ലാം അവസാനമായി ഇന്നുകൂടി ഉണ്ടാകും. അതിന്റെ ഭാഗമായി തന്നെ പലയിടത്തും പ്രധാനമായും വലിയ രീതിയിലുള്ള അത്തച്ചമയങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തും ഇന്ന് വലിയ കാര്യമായ അത്തം ഉണ്ടായിരുന്നു. ഏതായാലും ഓണം വലിയ രീതിയിൽ ആഘോഷിക്കുന്നു എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. എല്ലാ കൊല്ലത്തെയും പോലെ തന്നെയാണ് ഇത്തവണയും. എല്ലാവരും തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്നവരെല്ലാം നാടുകളിലേക്ക് മടങ്ങുകയാണ് ഓണം ആഘോഷിക്കാനായി. ഏതായാലും സ്വന്തം വീടുകളിൽ സദ്യ ഒരുക്കാനായുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് എല്ലാവരും ഓടിയിരിക്കുകയാണ്. വ്യക്തമാണ് വിഷ്ണു. ഞാൻ വിഷ്ണുവിന് ആദ്യം തന്നെ ഓണാശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ നമുക്ക് വിഷ്ണു നിൽക്കുന്നത് പത്മനാഭന്റെ മുന്നിൽ തന്നെയാണ്. അവിടെ നമുക്ക് വലിയ രീതിയിൽ പൂക്കളം ഇട്ടിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം? അവർ എങ്ങനെയാണ് ഇത്തവണത്തെ ഓണത്തെ വരവേൽക്കുന്നത്? നമുക്കറിയാം, വയനാട് ദുരന്തമുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ മനസ്സിലുണ്ട് മലയാളികൾക്ക്. അതിനിടയിലാണ് മറ്റൊരു ഓണം കൂടി വന്നെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു പ്രതികരണം, വിഷ്ണു? ഭദ്ര, സാധാരണഗതിയിൽ നേരത്തെ തന്നെ ഓണത്തിനുള്ള ഒരുക്കങ്ങൾ രാവിലെ മുതൽ തന്നെ എല്ലാവരും തിരക്കിലാണ്. ഇപ്പോൾ എല്ലാവരും മടങ്ങുന്ന ഒരു സാഹചര്യമാണ്. വീടുകളിലേക്കെല്ലാം ഓണാഘോഷങ്ങളുടെ ഭാഗമായി മടങ്ങുന്നുണ്ട്. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് രാവിലെയൊക്കെ മാധ്യമങ്ങൾക്കടക്കം എല്ലാവർക്കും കയറാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അതിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ പുറത്തു നിന്നാണ് ഇപ്പോൾ ലൈവ് തരുന്നത്. ഉള്ളിൽ വരുന്നവർ, പ്രാർത്ഥിക്കാനെത്തുന്നവർക്ക് മാത്രമായി, ദർശനത്തിനെത്തുന്നവർക്ക് മാത്രമാണ് ഉള്ളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അല്ലാതെ മറ്റ് തടസ്സങ്ങളെല്ലാം നീക്കുകയാണ്. അവിടെ തന്നെ വലിയൊരു അത്തപ്പൂക്കളമുണ്ട്. നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങൾ നൽകിയിരുന്നു. അതിപ്പോൾ കാണാനാകും. വലിയ അത്തപ്പൂക്കളമാണ്. അത് കാണാനായി തന്നെ നിരവധി ആളുകൾ അതിന് ചുറ്റും ഉണ്ടായിരുന്നു. അത്രത്തോളം ഒരു വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോഴും അമ്പലത്തിൽ വലിയ തിരക്കാണ്. ഇനി ഏതായാലും സമയം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും തിരിച്ച് വീടുകളിലേക്ക് പോകുന്ന ഒരു സമയം തന്നെയാണ്. ഏതായാലും വലിയ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി തന്നെയാണ് നിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തിരക്കുണ്ട്. പിന്നെ മറ്റ് സംസ്ഥാനത്ത് നിന്നുമുള്ള ആളുകളും ഇവിടേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ പേരും അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകളാണ്. അവർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ചരിത്രപരമായ ഒരു ക്ഷേത്രം തന്നെ ആയതുകൊണ്ട് തന്നെ തിരുവോണ നാളിലും വലിയ ആഘോഷങ്ങളുണ്ട്. രാവിലെ മുതൽ തന്നെ തിരക്കുണ്ട്. അങ്ങനെയൊക്കെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഏതായാലും ഓണത്തിന് ഇനി മലയാളികൾ സദ്യ ഒരുക്കുമ്പോൾ പോലും മറ്റു ആളുകൾ ഇതിലേക്ക് എത്തും. ഏതായാലും ഓണത്തിന്റെ ആ ഒരു ആഘോഷത്തിന്റെ ഒരു നിറവ് തലസ്ഥാനത്ത് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്. വിഷ്ണു, എനിക്ക് വിഷ്ണുവിന്റെ പിന്നിൽ കുറച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, മലയാളികളൊക്കെ ഓണം ആഘോഷിക്കുമ്പോഴും ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും തങ്ങളുടെ ഉപജീവന മാർഗം അത് കൊണ്ട് നടക്കുക എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും നമ്മളൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. നമുക്ക് ജോലിയുണ്ട്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണെങ്കിലും അവരുടെ തിരക്കുകളിൽ വ്യാപൃതരായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വിഷ്ണു, തീർച്ചയായിട്ടും ഓട്ടോറിക്ഷ ഡ്രൈവർ മാത്രമല്ല, പോലീസുകാരായാലും ആശുപത്രി ആയാലും അങ്ങനെ എല്ലായിടങ്ങളിലും ആളുകൾ അവരുടെ ജോലി ചെയ്തു വരുന്നുണ്ട്. ഏതായാലും എന്നത്തെയും പോലെ ഒരു വലിയ തിരക്കില്ല എന്ന് മാത്രമാണ്. പക്ഷേ ജോലിയിൽ തുടർന്നേ പറ്റൂ. എല്ലാവർക്കും അത്യാവശ്യമുള്ള സർവീസുകളാണ് ഇതെല്ലാം. അതിനെല്ലാം ആളുകൾ അവരുടെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതൊരു സേവനമായി തന്നെയാണ് കാണുന്നത്. കാരണം ഇവിടേക്ക് വന്നു പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാനുള്ള സേവനം അത്തരത്തിൽ തന്നെയാണ് എല്ലാ മേഖലകളിലും. അതായത് പോലീസ് ആയാലും ആശുപത്രി ആയാലും അതോടൊപ്പം മാധ്യമങ്ങളായാലും എല്ലാവരും ജോലി തിരക്കിലൊക്കെയാണ്. എന്നാലും ഓണത്തിന്റെ ആ ഒരു ആഘോഷം എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നുവെന്ന് വേണം എടുത്തു പറയാൻ. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് തലസ്ഥാനത്ത് എപ്പോഴും ഈ ഭാഗത്തെല്ലാം നോക്കുമ്പോഴൊക്കെ കാണാൻ പറ്റുന്നത്. ഏതായാലും തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ തലസ്ഥാനത്ത് തിരക്കുണ്ട്. കഴിഞ്ഞ ഓണത്തെ പോലെ തന്നെയാണ് ഈ ഓണത്തെയും വരവേറ്റിരിക്കുന്നത്. അത്രയും തിരക്കുണ്ട്. പക്ഷേ ഉത്രാടപ്പാച്ചിലിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ചാലക്കമ്പോളത്തിലടക്കം പലയിടത്തും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഒരു ആഘോഷം നിറവിൽ തന്നെയാണ് തലസ്ഥാനം. അങ്ങനെ തന്നെയാണ് കണക്കാക്കേണ്ടത്.
ശരി. വിഷ്ണു എന്തായാലും ആ, തിരുവനന്തപുരത്തെ, അതായത് നമ്മുടെ തലസ്ഥാന നഗരിയിലെ ഓണവിശേഷങ്ങളാണ് കേരള വിഷന്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ ആളുകളൊക്കെ തിരുവോണത്തെ വരവേറ്റ് കഴിഞ്ഞിരിക്കുന്നു. അമ്പലങ്ങളിലൊക്കെ പോയി, അതുപോലെ തന്നെ മറ്റ് ആരാധനാലയങ്ങളിലൊക്കെ പോയതിനു ശേഷം ആളുകൾ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു സാഹചര്യമാണ്. ഇനി ഉച്ചയൂണിന്, അതായത് ഓണസദ്യ, അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഓണത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ, ഒന്ന് പൂക്കളമിടലും, മറ്റൊന്ന് ഓണസദ്യയുമാണ്. എന്തായാലും ഓണസദ്യയിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ട പ്രിപ്പറേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും വീട്ടിലെ അമ്മമാരും കുട്ടികളും ഒക്കെ തന്നെ അടുക്കളയിലാണ്. അവർക്ക് ഇനിയുള്ള ജോലികൾ എന്ന് പറയുന്നത്. ഇനി ഉച്ചയോടുകൂടി ആ ഓണത്തിന്റെ ക്ഷീണമൊക്കെ മാറി പായസമൊക്കെ കുടിച്ച് ആ ഒരു ഉറക്കമൊക്കെ കഴിയുമ്പോൾ ഓണത്തിന്, അതായത് തിരുവോണത്തിന് വിട പറയും. അത് കഴിഞ്ഞാൽ നാളെയാണ് മറ്റ് ഉത്സവങ്ങളൊക്കെ വരുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരനാണ്. നമുക്കിനി എബി ഉണ്ട്.